ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. ഷുഗർ കുറഞ്ഞിട്ടുണ്ട്. അമ്മക്ക് കുടുംബം മനുഷ്യ. ആലീസ് അല്ല പപ്പു പോലീസ് ഞാൻ പേടിയില്ലാത്ത ആളെ തുറക്കാൻ. വാതില് തുറക്കടാ. പിടിച്ചു നിർത്ത്. എന്താണോ തുറക്കാൻ ഇത്ര താമസം? സാറേ ഞങ്ങളിങ്ങനെ എക്സർസൈസ് ഇങ്ങനെ. നീ ആട്ടും കാട്ടത്തിന്റെ അത്രയിലൂടെ ഉള്ളൂ. നീ എക്സർസൈസ് ചെയ്തിട്ട് സൽമാൻ ഖാൻ ആകാൻ പോകുന്നു. എന്തുവാടാ ഒരു ഞരക്കം? പോയി കക്കൂസി പോയിട്ട് വാടാ. എന്താണ് ഇങ്ങനെ ചേർന്ന് നിൽക്കുന്ന സയാമീസ് ഇരട്ടകളാണ്? അല്പം വിട്ടു നിൽക്കണ. എന്തുവാടാ ഞാൻ ശബ്ദം ഉയർത്തിയ ഉടനെ നീ ഇവിടെ സാധിച്ചു? മര്യാദയ്ക്ക് നിന്നോളണം. എന്താ നിന്റെ പേര്? അപ്പുകുട്ടൻ. നിന്നോട് ഞാൻ പേര് ചോദിച്ചില്ലല്ലോ. ഒന്നുകിൽ നിന്നെ ഇവിടെ സാധിപ്പിക്കും, അല്ലെങ്കിൽ ഞാൻ കക്കൂസിൽ കൊണ്ടുപോയി സാധിപ്പിക്കും. അവന്റെ ഒരു മുക്കലും മൂളലും. എന്താടാ ഇത്? ഇതല്ല കിട്ട തുണിയോ സാറേ, തേക്കാൻ നേരം കിട്ടിയില്ല. ഇത് ഷഡ്ഡിയാണോ അതോ ചീനവലയാണോ? ഈ വീട്ടിൽ വേറെ ആരൊക്കെയാടാ താമസം? ഈ വീട്ടിൽ വേറെ ആരും താമസമില്ല സാർ. അപ്പൊ ഇവിടെ ആരും താമസം ഇല്ലേ? ഈ വീട്ടിൽ ഞാൻ താമസമുണ്ട് സാർ. പിന്നെ നീ വേറെ ആരും താമസം ഇല്ലെന്ന് പറഞ്ഞതോ? ഈ വീട്ടിൽ ഞാനല്ലാതെ വേറെ ആരും താമസമില്ലെന്ന് പറഞ്ഞതോ? അപ്പൊ പിന്നെ ഇവന്മാരാടാ? കുറച്ചു ദിവസമായിട്ട് ഞങ്ങൾ ഇവിടെ തന്നെ താമസം. കൊന്നു കളയും ഞാൻ. നീ ആദ്യം പറഞ്ഞു ഇവിടെ താമസം ഇല്ലാന്ന്, ഇപ്പൊ പറഞ്ഞു താമസം ഉണ്ടെന്ന്. എന്നെ വെറുതെ പ്രാന്തനാക്കരുത്. ഞാനിപ്പോ വെടിവെച്ച് നമുക്ക് പുറത്തിരുന്ന് സംസാരിക്കാം. അത് ശരി. ഇപ്പൊ റാസ്കൽ നിനക്ക് താഴെ വന്നൂടെ? എന്റെ പുറത്ത് നിന്ന് സംസാരിക്കാൻ പറ്റൂ? കേട്ടുകളയും ഞാൻ. സത്യം പറയടാ, ഇവിടെ നിങ്ങളല്ലാതെ ഒരു ബാധയുണ്ട്. ആരടാ ബാധ? സാറേ ബാധയുണ്ട് സാറേ. പറയടാ. കണ്ണൊക്കെ തള്ളി, പല്ലൊക്കെ ഉന്തി, വായിൽ ചോരയെ പറഞ്ഞില്ലേ ഇവിടെ ബാധ ഉണ്ടെന്ന്? ബാക്കി പറ. ആ ബാധ വരുന്നത് കണ്ടാലുണ്ടല്ലോ സാറ് പോലും അറിയാതെ മൂത്രമൊഴിച്ചു പോകും. നീ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇനി ബാധയെ നീ എവിടെയെങ്കിലും വെച്ച് കണ്ടു കഴിഞ്ഞാൽ നൈസ വിളിച്ചിരുത്തി ഒരു പെഗ്ഗൊക്കെ കൊടുത്തിട്ട് ആനന്ദിപ്പിച്ച് ഇവിടെ ഇരുത്തിയിട്ട് നീ സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്ത് പറയണം, എനിക്ക് 2 മാസം ലീവ് എടുത്ത് വീട്ടിൽ ഇരിക്കണം. ഇവിടെ സ്ഥിര താമസമാണോ? അതെ സർ. എന്നാൽ ആ ചീനവല മാറ്റിയിട്ട് നല്ല 2 അണ്ടർവെയർ വാങ്ങിച്ചു. എന്ത് തൊളയാലും ഞാൻ ഇത്രയും തൊള്ള. മാറടാ. എന്റെ പൊന്ന് കൃഷ്ണ, കൊള്ളഞ്ചേരിയിലെ വിഗ്രഹം കാണാതെ പോയത് എനിക്ക് തന്നെ കണ്ടുപിടിക്കാൻ പറ്റണമേ. അനുഗ്രഹിക്കണമേ. ഈ വഴിക്ക് അവന് ഓടിയത് എന്തു പറ്റി? അതാരാടോ? ഇത് ശരിക്കും അമ്പലത്തിനകത്ത് വെച്ച് കണ്ട അവന്മാരാണോ എന്ന് എനിക്കൊരു സംശയം. എനിക്കുണ്ട് സാർ സംശയം. വിടണ്ട. സാർ ഒരു കാര്യം ചെയ്യാം. സാറിന്റെ ഒരു ധൈര്യത്തിന് വേണ്ടി ഞങ്ങൾ രണ്ടുപേരും ഇവിടെ നിൽക്കാം. അത് ബുദ്ധി. ഭാഗ്യത്തിനെ രക്ഷപ്പെട്ടത്. ആ എസ് നമ്മളെ കണ്ടോ ആവോ? ഭഗവാനെ. ഈ നായർക്ക് എന്ത് പറ്റി? എടാ അയാളുടെ വായന തുണി എടുത്ത് മാറ്റാ, അല്ലെങ്കിൽ ശ്വാസം പിടിച്ച് ചത്തുപോയാള്.
ഒരു അലർച്ചയായിരുന്നില്ലേ? ഒരു കൂട്ടം ചീറ്റപ്പുലിയുടെ ശബ്ദം പോലെ. പക്ഷെ ഭയമെന്ന വികാരം ഒരു ലവലേശം പോലും തീണ്ടിയിട്ടില്ലാത്ത ഞാൻ ഒരു സംഘടനാത്മക രംഗത്തിന് മുതിർന്നില്ല. അതേതായാലും നന്നായി. അതെ അതെ. ഒരു പോലീസുകാരന്റെ കൃത്യനിർവഹണത്തെ കുറിച്ചുള്ള അവബോധം എപ്പോഴും നമുക്കുണ്ടായിരിക്കണം. പിന്നെ തീർച്ചയായിട്ടും സാർ. നിങ്ങൾ എന്നെ ശരിക്കും ആക്കുകയാണോ? അതെ സാർ. അങ്ങേ പോലെ ധീരനായ ഒരു പോലീസ് ഓഫീസറെ ആർക്ക് നിസ്സാരനാക്കാൻ കഴിയും സാർ? പറയണം സാർ. അപ്പോ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായല്ലേ? വൈ നോട്ട് സാർ? സാർ, എന്നാലും നമ്മൾ കുറച്ച് സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. മനസ്സിലായില്ല സാറേ, ആരും കൊല നടന്ന സ്ഥലമാണ്. പാതിരാത്രി കഴിഞ്ഞാൽ രക്തദാഹിയായ പ്രേതം അവിടെ ആരെയോ കാത്തിരിപ്പുണ്ടെന്നാണ് കേട്ടുകേൾവി. തന്നോട് ഇതാരാ പറഞ്ഞത്? അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഉണ്ട് സാർ. അവന്റെ അടിയേറ്റ് തലച്ചോറ് കലങ്ങി ബുദ്ധിഭ്രമം സംഭവിച്ച പലരും ഈ നാട്ടിലുണ്ട്. അതെ. എന്നാലൊന്ന് കണ്ടിട്ട് തന്നെ കാര്യം. നാളെ തന്നെ നമുക്ക് അവിടെ ചെന്ന് സെർച്ച് ചെയ്യാം. ആ പ്രേതകഥയുടെ രഹസ്യം നമുക്ക് പുറത്തു കൊണ്ടുവരണം. അത് വേണോ സാർ? വേണം. സാറേ, അവിടെ താമസിക്കുന്നവർക്കും ബാധയുണ്ടോ എന്നെനിക്കൊരു സംശയം. പകലുകളിലല്ല, രാത്രികളിലാണ് അവർ രക്തത്തിന് വേണ്ടി അലഞ്ഞു തിരിഞ്ഞ് സഞ്ചരിക്കുന്നത്. എന്നാ നമുക്ക് പകല് പോകാം. ഫോണം അതല്ല, ടെലിഫോൺ. ഹലോ, ചേറ്റ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ടാണോ ഫയർ സ്റ്റേഷൻ ചോദിക്കുന്നത്? എന്താ കാര്യം? മുട്ടത്ര തീ പിടിച്ചെന്നു? സാരമില്ല, ഞാൻ ഫയർ സ്റ്റേഷനിൽ വിളിച്ചു പറയാം. പിന്നെ ഫയർഫോഴ്സ് അവിടെ എത്തുന്നത് വരെ തീ അണയാതെ നോക്കണം. അഥവാ അണഞ്ഞു പോയാൽ വല്ലതൊക്കെ വാരിയിട്ട് കത്തിച്ചോണ്ട് നിൽക്ക്. എന്നെ പറയിപ്പിക്കരുത്. ശ്രീകോവിൽ പൂട്ടി താക്കോൽ താങ്കളുടെ കയ്യിലിരിക്കവേ എങ്ങനെയാണ് കള്ളൻ അകത്ത് കയറി വിഗ്രഹം മോഷ്ടിച്ചത്? സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ല സാർ. സാർ എന്താ കാണിക്കുന്നത്? അയാളൊരു പാവമാണ്. 10-12 വർഷമായിട്ട് ഇവിടുത്തെ പൂജാരിയാണ്. ഓഹോ, നമ്മളാരാണാവോ? ഞാൻ അമ്പല കമ്മിറ്റി പ്രസിഡന്റാണ്. അപ്പോ നിങ്ങളാണ് ഇതിന്റെയൊക്കെ സൂത്രധാരൻ. പറ, എവിടെയാണ് വിഗ്രഹം കുഴിച്ചിട്ടേക്കുന്നത്? എന്റെ കൃഷ്ണ ഭഗവാനെ, കുഴിച്ചിടുകയോ? നിങ്ങൾ എന്ത് വിവരക്കേടാണ് ഈ പറയുന്നത്? പിന്നെ വിഗ്രഹം എന്ത് ചെയ്തു? അതിനെ പുഴുങ്ങി തിന്നോ? എന്തു വന്നാലും ഈ പ്രേംലാൽ ഇവിടുത്തെ വിഗ്രഹം കണ്ടെടുത്തിട്ടേ പോകൂ. കുറച്ച് സഭ്യമായിട്ട് സംസാരിക്ക. ഞാൻ 4 ആളറിയുന്ന ഒരു മാന്യനാണ്. എന്നാൽ ഈ 4 ആളറിയുന്ന മാന്യൻ ആ 4 വീലുള്ള ജീപ്പിലോട്ടൊന്ന് കയറിയാട്ടെ. എന്താ സാറേ, കള്ളനെ പിടിക്കുന്നതിന് പകരം പ്രസിഡന്റിനെ പൂജാരി അറസ്റ്റ് ചെയ്തിട്ട് എന്താ കാര്യം? അപ്പൊ താനും ഈ കേസിൽ പ്രതിയാണ്. ഞാൻ പ്രതിയൊന്നുമല്ല, ഞാൻ ഇവിടുത്തെ സെക്രട്ടറിയാ. ഒബാമയുടെ സെക്രട്ടറി ഒന്നും അല്ലല്ലോ, അമ്പലത്തിന്റെ സെക്രട്ടറി അല്ലേ? തന്നെ ഇതിൽ പ്രതിയാക്കും. ഗൂഢാലോചന, സംഘം ചേരൽ, കൊള്ള മുതൽ പങ്കുവയ്ക്കൽ, പോലീസ് ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യൽ. ഇനി കുറഞ്ഞത് 5-8 കൊല്ലം തനിക്ക് അകത്ത് കിടക്കാനുള്ള വകുപ്പ് ഞാൻ ഉണ്ടാക്കി തരാം. നടന്നോ? ഞാൻ വരില്ല. നടക്കട ചെറ്റ. സോറി. നാട്ടുകാര് ദയവ് ചെയ്ത് ഞങ്ങളോട് സഹകരിക്കണം. നിങ്ങൾ എല്ലാവരെയും സ്റ്റേഷനിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ നിവർത്തിയില്ല. ഇന്ന് 3 പേരെ കൊണ്ടുപോയി ചോദ്യം ചെയ്യാനുള്ള സന്നാഹമേ പോലീസ് സ്റ്റേഷനിലുള്ളൂ. പ്ലീസ്, എന്റെ ക്രൂരവും പൈശാചികവുമായ ചോദ്യം ചെയ്യലിൽ ഈ 3 പേരെ കൊണ്ട് തന്നെ കുറ്റം തെളിയിക്കാൻ പറ്റും എന്നാണ് എന്റെ വിശ്വാസം. അതിനായി നാട്ടുകാരനോട് സഹകരിക്കണം. കണ്ടില്ലേ ഇന്റർനാഷണൽ സ്റ്റേഡിയം? ഇന്ന് നമുക്ക് ഇതിൽ കയറി 20-20 കളിക്കണം. നടക്കണോ? സദാനന്ദ ഭൂപതി, സാറിന്റെ പേരെന്താ? എസ് ഐ പ്രേംലാൽ. ഇതങ്ങോട്ട് മേടിച്ചോളൂ. ഒരു സെക്കൻഡ്. ദൈവമേ,
ശരി കാണാം. തന്നോളൂ. വിഗ്രഹം ഞാനങ്ങ് തന്നായിരുന്നു. ഞാൻ എടുത്തില്ല, തന്നു. എനിക്കെന്തിനാ വിഗ്രഹം? ഞാൻ തന്നു. പോണ വിഗ്രഹം. People wanna step into the party and job. Pennies over dollar or a bond on stock. Two pop the hat, drop it. ഇതാ നിങ്ങളുടെ വിഗ്രഹം. ഇപ്പൊ മനസ്സിലായില്ലേ ഞാൻ കള്ളനല്ല? എവിടെ? ഇവിടെ ഇരുന്ന വിഗ്രഹമാണ്. കഷ്ടമായി. അയ്യോ, പോലീസുകാരനാണ്, ഇടിക്കരുത്, പാവം കിട്ടും. ദേ അവിടെ. അയ്യോ, സ്വാമിയായിരുന്നു. അറിയിരുന്നില്ല, ക്ഷമിക്കണം. അയ്യോ, ये असली नहीं है, नकली है. आप लोग मुझे जीत गया. നീ ആരാണെന്ന് എനിക്കറിയാം. ഒറിജിനൽ വിഗ്രഹം എത്തേണ്ടടുത്ത് എത്തിച്ചു കഴിഞ്ഞു. എത്തേണ്ടടുത്ത് എത്തിക്കാൻ ഇയാളാരാ? ഞാൻ ഭൂപതി സദാനന്ദ